തിരുവനന്തപുരം കാരയ്ക്കാ മണ്ഡപത്തെ എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ വെച്ചാണ് യുവതി രക്തസ്രാവം മൂലം വീട്ടിൽ പ്രസവമെടുക്കുന്നതിനിടയ്ക്ക് മരണപ്പെടുന്നത്. ഇതിൽ ഭർത്താവ് നയാസിനെതിരെ അതുപോലെ തന്നെ ആദ്യ ഭാര്യയിലെ മകൾ ഒപ്പം തന്നെ ആദ്യ ഭാര്യ എന്നിവരെ അടക്കം പ്രതി ചേർക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന അക്യുപങ്ചർ വിദഗ്ധ ചികിത്സകനെയും കൂടെ ഈ കേസിൽ പ്രതി ചേർക്കുകയാണ്. അയാൾ പാലക്കാട് നിന്നുള്ള ഒരു സിദ്ധന്റെ ശിഷ്യനാണെന്നും ഒപ്പം തന്നെ ഈ ആൾ ആണ് ഇത്തരത്തിൽ 10ഓളം സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് പ്രവർത്തിപ്പിക്കുന്നതായിട്ടും നിലവിൽ പോലീസിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു പ്രദേശവാസിയോട് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. കൊച്ചിനും ആ വൈഫും വളരെ റെയറായിട്ടാണ് ആൾക്കാർക്ക് അറിയാവുന്നത്. അറിഞ്ഞൂടാ, കാര്യം പുറത്തൊന്നും വലുതായിട്ട് ഇറങ്ങാറില്ല. അത്യാവശ്യത്തിന് കാര്യം മാത്രം കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങുന്നത്. ഭർത്താവ് പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകരും വരണ്ട, പോലീസ് വന്നു പോലീസിൻ്റെയും പറഞ്ഞ് വരണ്ട, ഇവിടെ ആവശ്യമില്ല, ഞാൻ എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് നിയാസ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വരെ ആക്ഷൻ എടുക്കാതെ പോലീസ് പോയി. നിറഗർഭിണിയായിരുന്ന സ്ത്രീ 3 തവണ സിസേറിയനിലൂടെയാണ് അവർ പ്രസവം നടത്തിയിട്ടുള്ളത്. അവർക്ക് 4ാമതുള്ള പ്രസവം അത് സുഖപ്രസവമായിരിക്കണം എന്ന് നയാസ് വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്നും നിർബന്ധം പിടിച്ചിരുന്നു. ഇതിനായി തൻ്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയെയും ആദ്യ ഭാര്യയെയും ഏൽപ്പിച്ചിരുന്നു പ്രസവം എടുക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ. ഇതിനായി അക്യുപങ്ചർ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഈ പെൺകുട്ടിയാണ്, ആൾക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം. ആ കുട്ടി പ്രസവം എടുക്കുന്നതിനിടയിലാണ് അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും ഏകദേശം 1 മണിയോടുകൂടി ഇത്തരത്തിൽ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. കുട്ടി വയറ്റിലിരുന്ന് തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ള അടക്കമുള്ള വാർത്തകളാണ്, ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്.